ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈ സ്നാക്ക് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ വാഴപ്പൂവ് എടുത്തിട്ടുണ്ട്. അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്ത് കഴുകി അതിലത്തെ കറയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ വെക്കണില്ലേ, അതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് കടലപ്പരിപ്പ്, ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് ഒരു 5 മണിക്കൂറായിട്ട് കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കടലപ്പരിപ്പ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് പരിപ്പ് വടയ്ക്ക് ക്രഷ് ചെയ്തെടുക്കണ പോലെ കുറച്ച് നല്ല പേസ്റ്റ് പോലെ അരയാണ്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കടലപ്പരിപ്പ് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 മണി കുതിർത്തിയിട്ടുള്ള കടലപ്പരിപ്പ് ഞാൻ മുഴുവനോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടുള്ള വാഴപ്പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാള കട്ട് ചെയ്തത് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്, അത് പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം, ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കരിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 ഭാഗം വാഴപ്പൂവുണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പരിപ്പ് വടയുടെ ഷേപ്പിന് ഉരുട്ടിയെടുക്കുമ്പോൾ അത് പിടിക്കാനായിട്ട് പറ്റണില്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കടല മാവ് ചേർത്ത് കൊടുക്കുക. അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് കുഴച്ച് നോക്കുമ്പോൾ അത് പിടിക്കാൻ പറ്റണുണ്ടോയെന്ന് അറിയാം. അതിനനുസരിച്ച് കടലമാവ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ ഒക്കെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഞാനിതിലേക്ക് പരിപ്പ് വടയുടെ ഷേപ്പിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഉരുട്ടി വെച്ചിട്ട് നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കടലമാവിൻ്റെ പൊടി ചേർത്തതുകൊണ്ട് ഇത് പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 5 ഒക്കെ ആയിട്ട് ഇതിങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് ഉരുട്ടിയെടുക്കണ സമയത്ത് ഓരോ ബാച്ചിലേക്കുള്ള മാവ് ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ എല്ലാ ബാച്ച് പരിപ്പ് വടയും ഇവിടെ വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ പരിപ്പ് വടകളായിട്ടാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പൂ പരിപ്പ് വട, അല്ലെങ്കിൽ കൊടപ്പൻ എന്നൊക്കെ പറയും, ആ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് മുമ്പ് വാഴപ്പൂ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.